ഗുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം, ഒരുമയോടെ പാടാം, അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയിടാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 7-ാം തിരുവചനം. അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ, ഈ ചോദ്യം ഞങ്ങളുടെ ഹൃദയത്തെ പിളർക്കുമാറ് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം വിധിക്കുകയും അകാരണമായി ശിക്ഷിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അകാരണമായി മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ, അവരുടെ ജീവിതം തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പലപ്പോഴും പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ഈ നിമിഷം മനസ്തപിക്കുന്നു. നാഥാ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസേപ്പിന്റെ മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വചനത്തിൻ കൃപയോടെ മുന്നേറി